ഞങ്ങൾ ഫ്രണ്ട്സ് കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതായിരുന്നു കണ്ണൂർക്ക് പോയാലോ തെയ്യം കണ്ടാലോ എന്നൊക്കെ. കാരണം തെയ്യം നമ്മൾ കുറേ വീഡിയോസ് ത്രൂ ഇങ്ങനെ ഫോട്ടോസ് ത്രൂ ഒക്കെ കണ്ടാലാണ് ലൈവായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്നൊരു ക്യൂരിയോസിറ്റി വന്നിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ് കുറേ നാളായിട്ട്. ഫൈനലി ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിച്ചങ്ങ് പോയി. ഞങ്ങൾ പയ്യമ്പലം ബീച്ചിൻ്റെ അടുത്തായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ രാത്രി പോയപ്പം നല്ല അടിപൊളി മൂണിൻ്റെ വിഷ്വൽ കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളറിലിരുന്നിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങനെ ബീച്ചിലിങ്ങനെ വരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഷാഡോ ഒക്കെ വെച്ചിട്ട് ചുമ്മാ ഫോട്ടോഗ്രാഫിയൊക്കെ നടത്തി അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിലാണ് തെയ്യം വരുന്നത്. അപ്പോൾ നമ്മുടെ ഓൾറെഡി 2 ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് നമ്മൾ തെയ്യം കാണാൻ പോയി. കണ്ടപ്പോൾ ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ 1 ടൈമെങ്കിലും ഇത് കാണും, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അത്ര പാതിരാത്രിക്കാണ് കാണുന്നെങ്കിലും നമ്മൾ ഉറക്കമൊക്കെ കളഞ്ഞത് കണ്ടിരിക്കും. പിറ്റേ ദിവസം ഞങ്ങൾ പോയിട്ട് പിന്നെ ഫുഡൊക്കെ കുറേ എക്സ്പ്ലോറൊക്കെ ചെയ്തു. അവിടുത്തെ ഒരു ഫേമസ് പാലാഴി റെസ്റ്റോറൻറ്റ് പോയിട്ട് മീൽസൊക്കെ ട്രൈ ചെയ്തു. ഓൾറെഡി നമ്മൾ അവിടെ വന്ന ദിവസം അവിടുത്തെ അറഫ റെസ്റ്റോറൻറ്റിൽ പോയി ബിരിയാണിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, അതും നല്ല അടിപൊളിയായിരുന്നു. എന്നിട്ട് ഇന്ന് ഞങ്ങൾ പോയിട്ട് നല്ല മീൽസ് ട്രൈ ചെയ്തു. നല്ല തലക്കറിയും നല്ല ഫിഷ് ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ചൂടല്ലേ, അപ്പോൾ പിന്നെ അവിടുത്തെ സ്നേക്ക് പാർക്കിൽ പോയി. അപ്പോൾ പിന്നെ ഇച്ചിരി തണുപ്പുണ്ടല്ലോ, തണുപ്പുള്ളിടത്തുള്ള സ്നേക്ക് കാണത്തുള്ളതൊക്കെ പറയുക. ഞങ്ങളിങ്ങനെ പോയപ്പം അവിടെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ കുറേ ഇങ്ങനെ അക്വേറിയംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പണ്ടുണ്ടായിരുന്നു ഗൗര ഫിഷിനെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ ഞാൻ അതിനിങ്ങനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പതുക്കെ കയറി പോയപ്പോഴത്തേനും ഇങ്ങനെ കുറേ ഫിഷും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻട്രൻസിൽ നിന്ന് പിന്നെ ഞങ്ങളിങ്ങനെ കടന്ന് പോയപ്പോഴത്തേനും മെയിനായിട്ടും അവിടെ സ്നേക്ക് പാർക്കാണല്ലോ, അപ്പോൾ മെയിനായിട്ട് സ്നേക്സ് തന്നെയാണ് ഉള്ളത്. എന്നാലും ഇൻ ബിറ്റ്വീൻ വേറെ കുറേ ആനിമൽസിനെയൊക്കെ കണ്ടു. പക്ഷെ കമ്പാരിറ്റീവ്ലി സ്നേക്സിനെ കൂടുതൽ. അപ്പോൾ ഞാൻ അവിടുത്തെ മങ്കിനെ കണ്ടപ്പോൾ ഞാൻ പറയും ഞങ്ങളെ കഴിഞ്ഞ് ഹെയർ അതിനുണ്ട്. പിന്നെ എമുവിനെ കണ്ടു, പിന്നെ വെനമസും അല്ലാത്ത കുറേ സ്നേക്സിനെ കണ്ടു. പച്ചിലപ്പാമ്പിനൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കിങ് കോബ്ര, എൻ്റെ പൊന്നു കാണേണ്ട തന്നെയാണ്. ഇങ്ങനെ ഒരു കടി കിട്ടിയാൽ മതി തീരും. പിന്നെ ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി അവിടെ. പിന്നെ ഞങ്ങളിങ്ങനെ പോയി കണ്ണൂർ വന്നല്ലേ, അവിടുത്തെ സെയിൻറ്റ് ഏഞ്ചലീനോ ഫോർട്ട് ഫേമസ് അല്ലേ, അവിടെ കുറേ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള. അപ്പോൾ അങ്ങോട്ട് പോയി. ആ പോകുന്ന വഴി നല്ല സൂപ്പറായിരുന്നു. പിന്നെ ഫൈനലി ഞങ്ങൾ ഫോർട്ട് എത്തി. അപ്പോൾ അവിടെ ഫോർട്ട് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ക്ലിഫ് വ്യൂ ഉള്ള ബീച്ചുണ്ട്. പിന്നെ നമ്മളുടെ ജയറാമിൻ്റെ ഒക്കെ പണ്ടത്തെ ഒരു മൂവി സോങ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഇത് കണ്ടു. ഇത് ജയിലാണെന്ന് ഞങ്ങൾ കരുതി. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചു വെച്ചാൽ ജയിലൊന്നുമല്ല, പണ്ടിങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളതാണ് സോൾജേഴ്സിന് ഒക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ണൂരിനോട് ടാറ്റ പറഞ്ഞു.